മോനെ ദിനേശ. നീ പോ മോനെ ദിനേശ. മോനെ ദിനേശ. നീ പോ മോനെ ദിനേശ. എന്റെ മോനെ ദിനേശ. ஹலோ மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1, 2, 3 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல, நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ பார்ட் 4 போயிடலாம். എന്താ ദിവാര ബുദ്ധിമുട്ടായത് എനിക്ക്? ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞാൽ താൻ വരില്ലല്ലോ. അതുകൊണ്ടാ ഇവരിങ്ങ് പൊക്കി എടുത്തോണ്ട് വന്നത്. എന്ത് ചൂടാ, എന്നെ ഒന്നും ചെയ്യരുത്. തന്നെ എന്ത് ചെയ്യാൻ? എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. ദേഹം നോവാൻ ഇടയാക്കാണ്ട് താൻ അതങ്ങ് പറഞ്ഞാൽ തനിക്ക് പോവാം. ആരാ അവളെ കൊന്നത്? വാ തുറന്ന് പറയടാ ദിനേശ. അല്ല എന്ത് ചൂടാ, ഞാനീ ഒരു ശമ്പളക്കാരന്റെ സ്ഥിതി അറിയാമല്ലോ. പറയണ പണി ചെയ്യുക. കൂടെ പോണോന്ന് പറഞ്ഞാ പോവാ, കൂടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക. അല്ലാതെ എന്താ ഏതാന്ന് ചോദിക്കാനോ പറയാനോ. உண்மையை சொல்லிட்டு அடி வாங்காம போலாம். പെങ്ങളെ കൊന്നത് പറയടാ മായിന്റെ മോനെ. പവിത്രൻ ജയകൃഷ്ണ, എന്നെ പറഞ്ഞോട്. അച്ചു, കൊലയ്ക്ക് കൊല കൊണ്ട് എങ്ങനെ ഉത്തരം പറയാന്നല്ല ഇപ്പൊ ചിന്തിക്കേണ്ടത്. അച്ഛനെ എങ്ങനെ രക്ഷിക്കുന്ന അദ്ദേഹത്തെ പുറത്തിറക്കുക ആദ്യം, എന്നിട്ട് ആലോചിക്കാൻ മറ്റെന്തും. തനിക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കായിരുന്നില്ലോടോ ദിവാകര. പവിത്രനെ കൈകൊണ്ട് കഴുത്ത് ഞെരിച്ച് അവളെ കൊന്നതെന്ന്. അവൻ വരട്ടെ പ്രതികാരം ചെയ്യാൻ. മസിൽ പവർ കൊണ്ടാ അവൻ ഇതുവരെ കളിച്ചത്. പവിത്രന്റെ കളി വേറെയാ. പവിത്രൻ മേനോന് വേണ്ടി ഹാജരാവൂ. ഏയ്, ഐസക് വരില്ല. അതിനുള്ള പണി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മേനോ മെന്റലി ആകെ താർന്നിരിക്കുക. കോടതിയിൽ അയാൾ കടന്ന് ബബ്ബ അടിക്കും. പബ്ലിക്കിന്റെ ഇടയിൽ ഒന്നുകൂടി ഒരു ഇളക്കം ഉണ്ടാക്കണം. സർവകക്ഷി യോഗം എന്ന് പറഞ്ഞൊരു പുക്കാറുണ്ടാക്കാം. ആ പിലാശ്ശേരി മാധവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവന്റെ പാർട്ടീസ് ഇറങ്ങും. പത്രത്തിലൊരു ഗ്യാപ്പ് ഇല്ലാതെ സ്റ്റോറീസ് വന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഇൻഫ്ലുവൻസ് ജുഡീഷ്യറിയിലും ഉണ്ടാവും. പിന്നെ രാമേഷ, ആ ഗുമസ്തൻ നായര് പുറത്തിയാടാതെ നോക്കണം. അയാൾ എന്റെ കസ്റ്റഡിയിലല്ലേ. കോടതിയിൽ കൊണ്ടുവരുമ്പോഴേ അയാൾ ഇനി സൂര്യപ്രകാശം കാണും. തന്തപ്പടി പെട്ടു എന്നറിഞ്ഞാൽ അവൻ വയലന്റ് ആകും. ആ സിറ്റുവേഷൻ നല്ല ഭംഗിയായി എക്സ്പ്ലോയിറ്റ് ചെയ്താൽ പൂവള്ളി ഇന്ദുചൂടൻ പിന്നീടുള്ള കാലത്ത് നമുക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥ മാത്രമാകും. മിസ്റ്റർ ഐസക്, നിങ്ങൾക്ക് ഹാജരാകാൻ കഴിയില്ലെങ്കിൽ വേണ്ട മിസ്റ്റർ. മറ്റാരെ എന്നുള്ളത് എനിക്ക് വിട്ടേക്കൂ. ഈ നാട്ടില് വേറെ ഉണ്ടല്ലോ വക്കീൽമാ. താങ്ക് യു സോ മച്ച്. ഐസക് വക്കീലോ? അയാൾക്ക് ഹാജരാകാൻ കഴിയില്ല. ജൂനിയേഴ്സിന് ആരെങ്കിലും വിടാമെന്ന് നാറി വലിയതാ. അപ്പൊ പിന്നെ ആരാ? ഇയാളാണെങ്കിൽ ഒരു വിശ്വാസമായിരുന്നു. ഇയാളാരെ? പൽക്കി വാലയാ? പോമറ പുല്ലനോട്. ജയകൃഷ്ണ, ആ മാഗസിനിന്ന് ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ചാ പറന്നു വരും അവൻ. ഹബീബിനറിയാം, വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു. നന്ദഗോപാൽ മാരാർ. നോക്കട്ടെ. അല്ല, ഇത് നരിയല്ലേ? Politicians should behave themselves. The roaring lion of Supreme Court, Nandagopal Marar, blurts out. Excerpts from Marar's controversial book, The Supreme Power. ഭയങ്കര ബിസി അല്ലേ? നമ്മൾ പെട്ടെന്ന് വിളിച്ചെന്ത്? അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. കാണട്ടെ. കക്ഷിയുടെ ഫോട്ടോ അല്ലേ കവറില്? ഇവർക്കാറില്ല. വാട്ട് എ ഫ്രെയിം. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. ഏരപ്പാളികളെ, നിന്നെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. നന്ദഗോപാൽ മാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. അല്ല മിസ്റ്റർ മാരാർ, തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ അങ്ങനെ പണം തന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നതല്ല. പണമല്ല, പവർ ആയാലും അതിന്റെ ഒന്നും മുമ്പ് വീണ ചരിത്രം ഈ മാരാർക്കില്ല. ഞാൻ ഏത് കേസ് വാദിക്കണം, ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട് അയച്ച മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ ആരായവൻ? ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപൊട്ടനോ? പോയാ ചെറ്റയോട് പറഞ്ഞേക്ക്, മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും, മേനോൻ സാറിനെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുമെന്ന്. എന്നെ വിളിച്ചത് ഇന്ദുചൂടനാ. അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ. എണിച്ചു പോടാം. മറന്നിട്ടില്ല ഇവർക്കാരുന്നത്. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. പ്രൊസീഡ് മിസ്റ്റർ പ്രോസിക്യൂട്ടർ. താങ്ക് യു യുവർ ഓണർ.
ജയകൃഷ്ണൻ, നിങ്ങളാണ് ഇന്ദുലേഖയുടെ മൃതശരീരം കണ്ട വിവരം ആദ്യമായി പോലീസിനെ അറിയിച്ചത് അല്ലേ? അതെ. ഓഹോ. മൃതദേഹം കാണുമ്പോൾ നിങ്ങൾ തനിച്ചായിരുന്നു? അല്ല, ഞാനും അച്ചോട്ടനും പിന്നെ ആര്? ഇന്ദുചൂടൻ. നിങ്ങളും ഇന്ദുചൂടനും ഒരേ വീട്ടിലാണോ താമസം? അതെ. അതെന്താ, നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലേ? ഇല്ല, ഉണ്ടായിരുന്ന വീട്ടിൽ എൻ്റെ അനിയത്തിയും കുടുംബമാണ് താമസിക്കുന്നത്. ഇന്ദുചൂടനുമായിട്ടുള്ള ബന്ധം, പരിചയം? ജയിലിൽ വെച്ച. ഓഹോ, നിങ്ങളും അയാളെപ്പോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ഞാനും അദ്ദേഹത്തെ പോലെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് ഈ നാട്ടിലെ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വെല്ലുവിളിക്കുകയാണല്ലോ. രണ്ടുപേരും ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ. യുവർ ഓണർ, കൈൻഡ്ലി നോട്ട് ദ പോയിന്റ്. PW1 ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ബോത്ത് ആർ എക്സ് കൺവിക്ട്സ്. കൊല്ലപ്പെട്ട പെൺകുട്ടി ഇന്ദുചൂടന്റെ ആരാണ്? സഹോദരി. അത് സഹോദരി സൊല്ലാങ്ങളാ? അംഗീകരിച്ചിരുന്നോ? ഇന്ദുലേഖന്റെ മകളാണെന്ന സത്യം? ഇല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മേനോൻ തനിച്ചായിരിക്കുമോ ഈ കൊല നടത്തിയത്, അതോ സഹായത്തിന് വല്ലവരും ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. തനിച്ചായിരുന്നോ എന്ന കാര്യമേ നിങ്ങൾക്ക് അറിയാതുള്ളൂ. കൊന്നു എന്നതിൽ സംശയമില്ല. എനിക്കറിയില്ല. കൊന്നതാരാണെന്ന് എനിക്കറിയില്ല. That's all, Your Honor. ഡിഫൻസ് കൗൺസിൽ, യു ക്യാൻ ക്രോസ്. നോ ക്രോസ്, യുവർ ഓണർ. പേസിട്ട് വലിയ ശങ്കരൻ നായർ, രാമൻ നായർ, ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ സത്യമായിരിക്കും. സത്യം മാത്രമേ. വിജയം മാത്രം അങ്ങ് ചെയ്യാം. എത്ര കാലമായി നിങ്ങൾ പ്രതി മേനോന്റെ കൂടെ ആയിട്ട്? 30-ൽ കൂടുതൽ വർഷമായി. പ്രതിയുടെ ഗുമസ്തനായിരുന്നു ആദ്യം. പിന്നീട് പ്രതി പാലക്കാട് ജില്ലാ കോടതി ജഡ്ജി ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി. പിന്നീട് വീട്ടുകാര്യസ്ഥരുമായി. അല്ലേ? லிசன் பண்ணிட்டு இருக்காரு. പ്രതി പാലക്കാട് ജോലി ചെയ്തിരുന്ന കാലത്ത് മുണ്ടൂർകാരി പാർവതി ഷാരസ്യാർ എന്ന സ്ത്രീയുമായി അവിഹിതമായി ബന്ധം പുലർത്തിയിരുന്നു അല്ലേ? ആ ബന്ധത്തിൽ പ്രതിക്കു ജനിച്ച മകളാണ് കൊല്ലപ്പെട്ട ഇന്ദുലേഖ. പ്രതി പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു അല്ലേ? അതെ. ആ പെൺകുട്ടി ജീവിച്ചിരുന്നുകൂടാ എന്ന് പ്രതിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആത്മാഭിമാനിയായി നടിച്ചിരുന്ന പ്രതി തന്റെ വ്യക്തിത്വത്തിനേറ്റ മാറാത്ത കളങ്കമായിട്ടാണ് ആ പെൺകുട്ടിയെ കണ്ടത്. എന്താ? പ്രതി നിങ്ങളെയും കൂട്ടുവിളിച്ചാണ് സംഭവ ദിവസം അവിടെ ചെന്നത്. എന്നിട്ട് നിങ്ങളെ പുറത്ത് നിർത്തി പ്രതി തനിച്ചകത്തേക്ക് കയറിപ്പോയി. അതെ. എത്ര മണിയോടെയാണ് നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയത്? ഒരു 8 മണി. തിരിച്ചു പോകുന്നത് അരമണിക്കൂർ കഴിഞ്ഞ്. അതെ. യുവർ ഓണർ, ആസ് പെർ ദ ആട്ടോപ്സി ദ ഡിസീസ് വാസ് മർഡേർഡ് അറ്റ് 8:15 PM, MO നമ്പർ 1. ഇത് പ്രതി സ്ഥിരമായി കയ്യിൽ ധരിക്കുന്നതാണല്ലേ? അതെ. പ്രതി നന്നായി മദ്യപിച്ചിട്ടാണ് അന്ന് അവിടെ ചെന്നത് അല്ലേ? അതെ. ஆமா சொல்றது மட்டும் தான் கூட்டு வந்திருக்காங்களா? That's all, Your Honor. ഡിഫൻസ് കൗൺസിൽ, യു ക്യാൻ ക്രോസ്. താങ്ക് യു, യുവർ ഓണർ. രാമൻ നായർ, എന്ത് പറ്റി? മുടിയൊക്കെ കൊഴിയുന്നുണ്ടല്ലോ. എന്തെണ്ണയാ തേക്കുന്നേ? ഓർമ്മയില്ല. ഓർമ്മശക്തി കുറയും. പ്രായമായി വരികയല്ലേ? വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. ഏത് വാച്ചാ കൈ കെട്ടിരിക്കുന്നേ? HMT. അതും നോക്കാതെ പറയാൻ കഴിയില്ലല്ലേ? ഓർമ്മശക്തി തീരെ കുറവാണല്ലോ. എത്ര മണിക്കാണ് അന്നേ ദിവസം പ്രതിയുടെ കൂടെ പൂവള്ളി എന്ന വീട്ടിൽ പോയത്? 8. 7 ഞാൻ പറയും. കാരണം നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ 7:30 തൊട്ട് 8 മണി വരെയാണ് കറണ്ട് കട്ട്. കൃത്യം 7:30 അന്ന് കറണ്ട് പോയി നിങ്ങൾ ഇറങ്ങാൻ നേരത്ത്. ശരിയല്ലേ? ഓർമ്മ കാണില്ല, പ്രായം കൂടി വരികയല്ലേ? വലിയ ചന്ദനാദി മറക്കണ്ട. മകളുടെ വിവാഹത്തിന് നിങ്ങൾ പ്രതിയോട് കുറച്ച് പണം ചോദിച്ചിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച തുക കിട്ടിയില്ലെന്ന് മാത്രമല്ല, തന്നത് തീരെ കുറഞ്ഞും പോയി. സ്വാഭാവികമായും നിങ്ങൾക്ക് ദേഷ്യം വന്നു. പക്ഷേ ആപത് ബാന്ധവനായി പവിത്രൻ എന്ന ചിട്ടിക്കമ്പനി ഉടമ 50,000 രൂപ തന്ന് നിങ്ങളെ സഹായിച്ചു. എന്താ നേരെ? ശരിയല്ലേ? പക്ഷേ നിങ്ങൾ MK മേനോൻ എന്ന മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. വളരെയേറെ ദുർച്ചെലവുകളുള്ള നിങ്ങളുടെ കയ്യിൽ പണം തന്നയച്ചാൽ അത് വീട്ടിലെത്തിയില്ലെങ്കിലോ എന്ന് ഭയന്ന അദ്ദേഹം നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും നേരത്തെ വീട്ടിലെത്തിച്ചിരുന്നു എന്നുള്ള വിവരം നിങ്ങൾ അറിയുന്നത് വളരെ വൈകിയാണ്. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ മണപ്പള്ളി പവിത്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിനുള്ള പ്രത്യുപകാരം ചെയ്തു കഴിഞ്ഞിരുന്നു. ആ പ്രത്യുപകാരമാണ് MK മേനോനെ ഈ കേസിൽ പ്രതിയാക്കിയത്. ശരിയല്ലേ? നിങ്ങളാണ് ആ കയ്യുറ പൂവള്ളി എന്ന വീട്ടിൽ കൊണ്ടിട്ടത്. അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമൻ നായരെ? ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ്. പവിത്രന്റെ ഉദ്ദേശം പൂർണ്ണമായും നിങ്ങൾക്കറിയില്ലായിരുന്നു. പറയൂ, സത്യം ഞാൻ പറഞ്ഞതല്ലേ? ഡിഫൻസ് കൗൺസിൽ ഈസ് ഇന്റിമിഡേറ്റിംഗ് ദ വിറ്റ്നസ്. ഐ മേ ബി എക്സ്ക്യൂസ്ഡ് യുവർ ഓണർ. സാക്ഷി അനുഭവിക്കുന്ന മാനസിക പീഡനത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു വന്നേ ഉള്ളൂ. മേ ഐ? യെസ്, യു മേ പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. ഒരുപാട് കാലം കോടതിയിലും വക്കീൽ ഓഫീസിലും കഴിച്ചുകൂട്ടിയ നിങ്ങൾ ഒരു സാധാ പോലീസ് സാക്ഷിയുടെ നിലയിലേക്ക് തരം താഴരുത് രാമൻ നായരെ. പറഞ്ഞതെല്ലാം സത്യമാണ് സാർ. தப்பு வச்சுக்கிட்டாரு. இல்ல அவர் இங்கதானப்பா இருந்திருக்காரு. ஓரளவுதான். அவருக்கு எப்படி நடக்க போகுதுன்னு தெரியாதுன்னு நினைக்கிறேன். கொலை பண்ற அளவுக்கு போவாங்கன்னு தெரியல அவருக்கு.
സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിക്കേണ്ടിയിരുന്ന ഒരു കൊലപാതക കേസ് SP ആയ proof താങ്കൾ பண்ணணும். നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഉന്നതങ്ങളിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ ഓർഡർ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കേസ്, അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മർഡർ കേസാണിത്. അതിന്റെ പിന്നിലെ കുറ്റവാളി രക്ഷപ്പെട്ടുകൂടാന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. തികച്ചും ഔദ്യോഗികമായ താല്പര്യം. നാടൻ പ്രയോഗമുണ്ട്, ഉണ്ട ചോറിന് നന്ദി കാണിക്കുക, അതാണ് ലൈൻ. സമൂഹത്തിനോടും സർക്കാരിനോടുമുള്ള കമ്മിറ്റ്മെന്റ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അല്ലാതെ മണപ്പള്ളി പവിത്രൻ എന്ന സ്വന്തം ചേട്ടനും താങ്കൾക്കും MK മേനോനോടും മകൻ ഇന്ദുചൂടനോടുമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങിയതല്ല. ഈ പോലീസ് ഡോഗ് സ്ക്വാഡ് റിപ്പോർട്ടിൽ മാറഞ്ചേരി എന്ന വീട്ടിലേക്ക് കയറി ചെന്ന പോലീസ് സ്നിഫർ ഡോഗ് റോസി ആദ്യം കയറി ചെന്നത് ആ വീട്ടിന്റെ ഔട്ട് ഹൗസിലേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. താങ്കളുടെ റിപ്പോർട്ടിൽ അത് കാണുന്നില്ല. മറന്നുപോയതാണോ അതോ ഒഴിഞ്ഞതോ? കാരണം രാമൻ നായർ, അതായത് PW2 താമസിക്കുന്നത് പത്തായപ്പുര എന്ന് വിളിക്കുന്ന ആ ഔട്ട് ഹൗസിലാണ്. രാമൻ നായർ PW2 ഈ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു കഴിഞ്ഞു, പവിത്രൻ, അതായത് നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞതിന് പ്രകാരമാണ് ആ ഗ്ലൗസ് അവിടെ കൊണ്ടിട്ടതെന്ന്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ് an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-bearing citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. அவசர டைலாக் இவரு சொல்றாரு. இறங்கி வாடா பாத்துக்கிறேன்னு இருக்காரு. ഇന്ദുലേഖ കൊലക്കേസിൽ പ്രതിയായി ഇവിടെ ഹാജരാക്കപ്പെട്ട ശ്രീ MK മേനോൻ ഈ കുറ്റകൃത്യം ചെയ്തുവെന്ന് സാഹചര്യ തെളിവുകൾ നിരത്തി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ കുറ്റം ചാർത്തപ്പെട്ട ശ്രീ MK മേനോനെ ഈ കോടതി വെറുതെ വിടുന്നു. நிறைய ரவுண்ட்ஸ் போன மாதிரி காமிக்கிறாங்கல்ல. താങ്ക് യുടാ. നീ എങ്ങനെ പോലീസിൽ കയറിയടാ? ഇവൻ സ്പോർട്സ് കോട്ടയില് ഇവൻ സ്പോർട്സ് തവളച്ചാട്ടം. ഇവൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ഇല്ലയോ? നരി പച്ചരി ഉണ്ട് പോട്ടെ. അപ്പൊ താങ്ക്സ് മാരാ, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് നീ വെച്ചോ, അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഇപ്പൊ ചെമ്പ് ചെമ്പ് നല്ല പാളിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. அந்த செம்பெடுத்துட்டு தான் வந்துட்டு பிரம்மயுகம்ல ஒருவர் நினைக்கிறேன். அது வேற சோப்பு. മേനോ സാറിന് അനുഗ്രഹം. அது கேட்கல அப்ப അത് മതിയുടെ എനിക്ക് ഫീസായിട്ട്. செம்பு காசு. அப்படியா? അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശാ ഒന്നുണി. ഓക്കെ, அவ்வளவுதான், கேமரா முடிஞ்சு நினைக்கிறேன். நல்லா சூட போயிட்டு இருந்த ஸ்டோரியில கொஞ்சம் ரிலாக்ஸிங் கேமியோ. இப்ப ரிவெஞ்ச் ஃபேஸ். சத்தாண்டா சேகரிக்கிற மாதிரி பவித்ரன் காலிப்பு. இவருதான் பவித்ரனா? எனக்கு பேர் தான் ஆமா ஆமா ஆமா, பேர் தான் மதுரை. இவருதான் பவித்ரன். തടയണ്ട, അവനെങ്ങ് വിട്. നീ ഒന്ന് തടയാൻ പറ പവിത്ര. ഇതിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരുത്തനും വരില്ല. എനിക്കറിയാടോ അത്. കാട്ടുകൊമ്പനോട് മല്ലയുദ്ധം പാടില്ല, വാരിക്കുഴി ഒരുക്കണം. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി. കോടതിയിൽ നിന്ന് അച്ഛനതി രക്ഷിച്ചു, അതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഇല്ലടാ, അത് പറയാനാ ഞാൻ വന്നത്. 2 വിരല് മതി കൊരവള്ളി പൊട്ടിച്ച് നിന്നെ കൊല്ലാൻ. ചെയ്യാത്തത് നീ ചെയ്ത ക്രൂരതയ്ക്ക് നീ അനുഭവിക്കണം. സെൻട്രൽ ജയിലിലെ ജീവിതം എന്താണെന്ന് നീ അനുഭവിച്ചറിയണം. നിയമത്തിനും പോലീസിനും നിന്നെ പൂട്ടാൻ പറ്റുമോന്ന് ഞാൻ നോക്കും. നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല. അവർക്ക് വേണ്ടത് ശിക്ഷിക്കാനൊരു പ്രതിയാണെങ്കിൽ 1 പകരം 10 എണ്ണത്തിന് പവിത്രൻ കൊടുക്കും. കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ പവിത്രന്റെ കയ്യിൽ തീറ്റിപ്പോറ്റുന്ന ഡമ്മികൾ ഒരുപാടുണ്ട്. എങ്കിൽ അന്ന് ഇന്ദുചൂടന്റെ കോടതി നിന്റെ കേസെടുക്കും. നിയമവും ന്യായാധിപനും ഞാൻ തന്നെ ആയിരിക്കും. കൊല്ലും ഞാൻ. அவர்கிட்ட பொருளை கட்டினா அது அவரே எடுத்து போட்டுருவாரு. அப்புறம் നടക്കുന്നു. പോയിന്റ് ബ്ലാങ്കിലാ നിൽപ്പ്. ഒരു ബുള്ളറ്റ് ധാരാളം. എന്താ ചൂടാ? ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ കൈയും നെഞ്ചും വിറയ്ക്കുന്നില്ലെങ്കിൽ നീ ആ ട്രിഗർ ഒന്ന് വലിക്കടാ.
ഇരുട്ടിൽ ഒരു പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കാണിച്ച ആ വൃത്തികെട്ട കരളുറപ്പ് നിന്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ കാണിക്കടാ. அவர்கிட்ட பொருளை காமிக்க கூடாது. നെഞ്ചിൻ കൂടി ചിതറിപ്പോവും എന്റെ വിരലൊന്ന് അനങ്ങിയാൽ. ചെയ്യുന്നില്ല, ഞാൻ കാത്തിരിക്കും നിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന ദിവസം വരെ. നീ ഡമ്മികളെ ഇറക്കി രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ ഞാൻ വരും, തൂണ് പിളർന്നും വരും. ിട്ട് നെഞ്ചു കീറി കുടൽമാല പുറത്തിടാൻ സംഹാരത്തിന്റെ അവതാരമായി അന്ന് ഞാൻ വരും. நரசிம்மங்கிறது காடு தானே, சிங்கம். தூண்ல இருந்து வர்றது நரசிம்மர் தான். காட். സാറിനെ ഒന്ന് കാണാനും വിരോധമില്ലെങ്കിൽ സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുപോകാനും വന്നതാ. ചില കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും. ഇതൊരു അറസ്റ്റ് അല്ല, ഒരു നടപടി. നോക്കിക്കാൻ സാറിന് വണ്ടിയിലേക്ക് കേട്ടോ. ഞാൻ വരാം. அப்பா இப்பதான்ப்பா இவருக்கு பாசமான மூஞ்சி ரியாக்ஷனே வருது. ஆனா இவருக்கு இவர் சிரிச்சே இப்பதான் பாக்குறேன். அதான் வெரி டாக்ஸிக் டாடி. ஐ எம் வெரி சாரி. എന്ന നരകത്തിൽ നിന്നും അച്ഛനെ പ്രാണനം ചെയ്യുന്നവൻ പുത്രൻ. ஆனா அவரை நரகத்துல இருந்து நீங்க காப்பாத்தலையே டாடி. அதான் டாக்ஸிக் டாடி. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നീ എന്നെ നരകത്തിൽ നിന്ന് കരകയറ്റിയവനാണ്. ഈ നിമിഷം എനിക്ക് അഹങ്കാരമാണ് തോന്നുന്നത്. നിന്നെപ്പോലൊരു മകനുണ്ട് എന്നതിൽ ഞാൻ അഹങ്കരിക്കുന്നു. ഒരു മകന്റെ കടമ അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതെ, കടമ, ബന്ധം, സ്നേഹം. നീ എനിക്ക് ഗുരുവാണിപ്പോൾ. എല്ലാം അറിയാമെന്ന് ധരിച്ചിരുന്നൊരു വിഡ്ഢിയാണ് ഞാൻ. എന്റെ കണ്ണുകളിലൂടെ മാത്രമേ ഈ ലോകത്തെ ഞാൻ നോക്കിക്കണ്ടു. എന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ശരിയെന്ന് ഞാൻ ധരിച്ചു. അതിര് കവിഞ്ഞ ആത്മാഭിമാനം. ഞാനൊരു നല്ല ന്യായാധിപനായിരുന്നു എന്നത് ജീവിതത്തിൽ എനിക്ക് എന്ത് നേടിത്തന്നു? നഷ്ടങ്ങൾ. ഒരു നല്ല അച്ഛനാവാൻ, ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല മനുഷ്യൻ ഇല്ല. പരാജയമായിരുന്നു മോനെ. അച്ഛാ, ഇങ്ങനെ ഇമോഷണൽ ആകരുത്. இருந்தாலும் டாக்ஸிக் டாக்ஸி தான். എവരിതിങ് ഈസ് ഓവർ, സോ റിലാക്സ്. നോ നോ മൈ സൺ, എനിക്ക് സംസാരിക്കണം. ഒരു വെറും മനുഷ്യനായി നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ യോഗ്യതയില്ലാത്ത അച്ഛന് ഇന്ന് നിന്നോട് സംസാരിക്കണം. എന്താ ഇത്? ശരിക്കും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ പോയത്. വന്ന് കിടക്കോ. നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു അച്ചു. അതൊക്കെ പോയില്ലേ, നീ പേടിക്കണ്ട. ഹൃദയമുള്ളവനല്ലേ ഹൃദയസ്തംഭനം വരൂ. എനിക്ക് ആ സ്ഥാനത്ത് കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളൊരു മെഷീനാണുള്ളത്. നിന്റെ അമ്മയുണ്ടല്ലോ അച്ചു, ഏതോ മുജ്ജന്മ ശാപമാണ് ആ പാവത്തിന്. അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ജന്മം പാഴാക്കിയത് എന്തിനായിരുന്നു? പറയണേ സത്യം. എന്ത് യോഗ്യത കൊണ്ടോ എനിക്ക് തന്നെ പോലൊരു പാവത്തിനെ ഭാര്യയായി കിട്ടാൻ? ചിലപ്പോ ദൈവഹിതത്തിന്റെ ഒരു നിമിത്തമാവും ഞാൻ. ഇവനെ പോലൊരു മകന് ജന്മം കൊടുക്കാൻ വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചതാവും എന്നെ. മോനെ, എനിക്കൊരപേക്ഷ നിന്നോടുള്ളൂ. മുറിഞ്ഞു പോയിടത്തുനിന്ന് നീ തുടങ്ങണം. നിന്നെ കാത്തിരിക്കുന്ന ഹൈറ്റ്സിലേക്ക് നീ യാത്ര തുടരണം. ഈ അച്ഛനും കൂടെ കാരണക്കാരനാണ് നിന്റെ നഷ്ടങ്ങൾക്ക്. എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഈ പൂമുഖത്ത് വെച്ച് നീ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു ന്യായാധിപന്റെ പ്രജുഡീസ് മൈൻഡ്. സത്യമാണ്, മഹാ അപരാധമാണ് ഞാൻ ചെയ്തത്. പക്ഷേ വിധിയോ പ്രപഞ്ചശക്തികളോ കാലമോ എന്നെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഒരു കുറ്റവാളിയുടെ വേഷമണിയിച്ച് നീ അച്ഛനു വേണ്ടി യുദ്ധം ചെയ്തു. അച്ഛനെ രക്ഷിച്ചു, എന്നെ കണ്ണു തുറപ്പിച്ചു. നീയാണ് ശരി, നീ മാത്രം. ഇവര് പോക പോറാറ്. എന്ത് കല മുടിയിച്ചൂടിയ മഹേശ്വരന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിന്റെ കാലിലൊന്നും തൊട്ടോട്ടെ. ശിവനെ, இப்பதாவா சிரிச்சாங்க இந்த அம்மா. மறுபடியும் கூப்பிட்டாங்க. இன்னும் சாப்பிட்டு இருக்காரா ஏதாச்சும்? இல்ல, ஒரு ஹார்ட் அட்டாக் வருது, ரெஸ்ட் எடுக்க சொல்லலாம் சொல்லிட்டு டாக்டர் சொன்னாங்க சொல்லிட்டு நான் வாயில இருந்து ரத்தம் வருது. எப்பயும் பேசாத இவ்வளோ பேசும்போதே நமக்கு கொஞ்சம் டவுட் ஆயிடுச்சு. நான் தான் அப்பயே சொல்றேன் இவர் முடிய போறாரு. எல்லாம் கொஞ்சம் ப்ரிப்பேர்டா இருக்கியோ? இல்ல அப்படினாலும் அவங்களே ஸ்கிப் பண்ணிட்டாங்க, இல்லைன்னா அழுதுருப்பேன். இந்தா பாரு போட்டாங்க. ബാക്ക് ടു ബാക്ക് ഡെത്താ இருக்கீங்க. അച്ചു, നിങ്ങളെ രണ്ടുപേരെയും എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കേണ്ടെന്ന് അറിയാത്തോണ്ടാ ഞാൻ കൺവട്ടത്ത് നിന്ന് ഒഴിഞ്ഞു കിടക്കണേ. നഷ്ടപ്പെട്ടത് തന്നെയാ. എന്നാലും നമുക്ക് ജീവിതാവുന്ന ഒഴുക്ക് തുടർന്നല്ലേ പറ്റൂ. മറക്കണം, ഒന്നും ഓർക്കാൻ ശ്രമിക്കരുത്.
അറിയാം. എന്നാലും അച്ഛൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും സ്നേഹിച്ചു തുടങ്ങിയേ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയാ. നിന്നെ പ്രാണനായിരുന്നു. ഓപ്പോൾ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അറിയോ നിനക്ക്, നീ ജയിലിൽ കിടന്ന 6 വർഷവും ആ വലിയ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയോ? തറയിലൊരു പഴം പുതപ്പിക്കിടന്ന് തകരപാത്രത്തിൽ കഞ്ഞിയും കുടിച്ച് ബാംഗ്ലൂരിലെ വീട്ടിലെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ സ്വയം വിധിച്ച ശിക്ഷ നിനക്കൊപ്പം അനുഭവിക്കുകയായിരുന്നു. அதெல்லாம் பண்றதுக்கு காப்பாத்திருக்கலாம். ചെറിയ മാമ, ആ കടം ഞാൻ എങ്ങനെ വെട്ടിത്തീർക്കും ചെറിയ മാമ? ഞാൻ പകരം നൽകിയതെല്ലാം നിസ്സാരമായിരുന്നല്ലോ. ഇല്ല മോനെ, എത്രയോ ജന്മങ്ങളുടെ കടം വീട്ടിക്കഴിഞ്ഞു നീ. ഇനി ബാക്കിയുള്ളത് യഥാവിധി നടത്തേണ്ട അന്ത്യകർമ്മങ്ങളാണ്. പരലോകത്ത് ആത്മാവിന് മോക്ഷം കിട്ടാൻ ഒരു തുള്ളി കണ്ണീര് കൊണ്ടൊരു ശ്രദ്ധാഞ്ജലി. ஓ, இதுக்கப்புறம் தான்ப்பா அந்த இதை எடுத்துட்டு வருவேன்னு அவன் சொல்லிட்டு இருந்தான். அவங்க அப்பாவோட பவித்ரன், எதுக்கப்புறம் பவித்ரன் அப்பாவோட சாம்பலை கரைக்க விடல. சரி, உங்க அப்பாவோட சாம்பல் ஒரு நாள் நீ கரைப்ப, அதுக்கு அப்ப நான் வருவேன். பவித்ரம் த்ரத்வா கர்ப்பேஷ்வாசீனஹ பவித்ரம் பாபநாசனம் பித்ருஷ்ரார்த்தகர்ம கிரியாவாஹம் நமோஸ்தனந்தாததஹஸ்ரமோத்ததே சஹஸ்ரநாம்னே புருஷாய சாஸ்வதே வசுரூபயேஷ பிண்டமுபதிஷ்டதோ ருத்ரரூபயேஷ பிண்டமுபதிஷ்டதோ பிண்டானாமுபரி திரோதகம் you are correct. ഇന്ദുചൂടാ, ഈ മണപ്പുറത്ത് ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കാണുമ്പോ ഞാൻ എന്റെ അച്ഛന്റെ ശേഷക്രിയ ചെയ്യാൻ വന്നതായിരുന്നു. അന്ന് നീ എന്നെ തടയാനും അന്ന് ഞാൻ തോറ്റ് തിരിച്ചുപോയി. പക്ഷേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ പോയത്, നിനക്കും ഒരു ദിവസം വരും, സ്വന്തം തന്തയുടെ എല്ലും കഷ്ണവും ചാരമായി നീയും വരുമെന്ന്. നീ പക്ഷേ അച്ഛന്റെ കാലിലെ നഖം വെട്ടിത്തരാൻ, ചെവിയിലെ പൂട വലിച്ചേരാന്നൊക്കെ വീരസ്യം പറഞ്ഞ് എന്നെ കളിയാക്കി. കാലം അല്ല, ഞാൻ തന്നെ കൂട്ടിക്കിഴിച്ചു നോക്കിയാൽ ലാഭം എനിക്കാ, വിജയം എന്റേതാടാ. ഇന്ദുലേഖ കൊലക്കേസിൽ നിന്റെ ചങ്ങാതി ഹബീബ് എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൻ ഇന്നലെ രാത്രി കിട്ടി. അവന്റെ ജീപ്പിൽ ഏതോ പാണ്ടിലോറി ഇടിച്ച് 2 കാലിനും മൾട്ടിപ്പിൾ ഫ്രാക്ചറായി ജില്ലാ ആശുപത്രി കിടപ്പാ. ആ കൊച്ചിനെ സമയം എടുക്കും തിരിച്ചു വരാൻ. പകരം ചാർജ് എടുത്ത ഓഫീസർ കേസ് അന്വേഷണം ആ സമയം കൊണ്ട് പൂർത്തിയാക്കും. ചടങ്ങ് തെറ്റിക്കണ്ട. പോലീസോ? ആൽത്തറക്കടവിൽ മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങുണ്ട്, വന്ന് കാണ്. പിന്നെ അമ്പലത്തിലെ ഊട്ടുവരയിൽ സർവാണി സദ്യയും. 1 ഇല നിനക്കും ഇടാൻ ഞാൻ പറയും. നീ കേൾക്കുന്നില്ലടാ നായിന്റെ മോനെ. ஒரு 5 நிமிஷம் இருங்க, ப்ரொசீஜர் முடிச்சுட்டு வந்தது முடிஞ்சு. അസ്ഥിസ്ഥാപനം കരിഷ്യേ 3 തവണ മുങ്ങി വടക്ക് തിരിഞ്ഞു നിന്ന് തെക്ക് ഭാഗത്തേക്ക് ഇടണം. അനിലെന്ന് പറയുന്നത് இது பெரிய குரூப் வரா போகுது. இது ஓவரா பேசிட்டு போனாருல்ல. நீங்க வைக்கலாம் போல, காய வைக்க போறாரு இப்ப அவரை. வால்லாம் வச்சிருக்காங்க. அவங்க அந்த இதெல்லாம் ப்ராக்டிஸ் பண்ணியிருந்தாங்க பார்த்தியா? அது என்னது இந்த கலை? நம்ம இங்கே சிலம்பாட்டம் சொல்லுவோம்ல, அவங்களுக்கு கலரே சொல்லுவாங்க. ஆனால் வால் எப்படி வந்து தெரியல. அது பண்ணிட்டு இருந்தாங்க ப்ராக்டிஸ். அவங்க மணி இவரை நம்மள வெயிட் கம்மியே இப்பதான் பாக்குறேன். ஸ்டார்டிங் ஸ்டேஜா இருக்கும். 2000 இல்ல இதெல்லாம்.
இந்த தடவை யானை ரெஃபரன்ஸ்ப்பா. அவரே கையும் கொடுக்குறாரு, கையும் உடச்சிக்கிங்கன்னு. കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോ ലാഭം നിനക്കാണ് അല്ലടാ. ഇത് ലാഭത്തിന്റെ കൂടെ കിട്ടുന്ന പലിശയാണ്. എന്തിന്റെ? നിന്റെ തന്തയുടെ 16 അടിയന്തരത്തിന്റെയും പിന്നെ നിന്റെ ശവടക്കിന്റെയും. നീ വേദന അറിയണം. കഴുത്തിൽ പിടിമുറുകുമ്പോ, പ്രാണവായു കിട്ടാതെ ചങ്ക് കുരുങ്ങുമ്പോ എന്റെ പെങ്ങൾ അനുഭവിച്ച അതേ വേദന. நான் நினைச்சேன் இவன் ஏதோ பண்ண போறாங்க. இல்லையா தப்பு. കൊല്ലുന്നില്ല. ഈ മണൽത്തിട്ടയുടെ പവിത്രത കളങ്കപ്പെടും. ഇവനെ പോലെ ചെളുക്കപ്പട്ടി ഇവിടെ കിടന്ന് ചത്തു. ഈ നദിയുടെ പുണ്യം വറ്റിപ്പോവും. ഇവന്റെ ചോര ഈ വെള്ളത്തിൽ കലർന്നാൽ ചോര വീഴ്ത്തുന്ന അവതാര ധർമ്മം ഞാൻ പാലിക്കുന്നില്ല. മരണം ഇവന് കിട്ടാവുന്ന ചെറിയ ശിക്ഷയാകും എന്നതുകൊണ്ടല്ല. ചോരയിൽ മുങ്ങിയ യുദ്ധങ്ങൾ ഇനി വേണ്ട. എന്റെ പിന്നിൽ ഒരുപാട് കുരുന്ന കണ്ണുകളുണ്ട്. അവർ ആസുരമായ യുദ്ധങ്ങൾ കാണരുത്. അവരുടെ കൺപീലികളിൽ ചോര തെറിച്ച് വീഴരുത്. ക്ഷമയുടെയും സഹനത്തിന്റെയും വഴികൾ അവരെ പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. അവരുടെ ദുസ്വപ്നങ്ങളിൽ ചോരയിൽ മുങ്ങിയ എന്റെ കൈകൾ തെളിയാൻ പാടില്ല. നീ എടുത്തോണ്ട് പോയവനെ. കൈയും കാലും നേരെയാൽ ഇവൻ വീണ്ടും ചെറ്റത്തരവുമായി ഇറങ്ങാൻ തുടങ്ങിയാൽ ഞാൻ വരും. വീണ്ടും തല്ലി ഒടിച്ച് മണപ്പള്ളിക്ക് പുറത്തേക്ക് വരാൻ നോക്കാൻ. എടുത്തോണ്ട് പോടാ. கைகால் போச்சுன்னு நினைக்கிறேன். ഏട്ടാ சாமியை ரசிக்கலாரு. தானே എന്താ മോളെ അനുധാരെ, പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പട്ടിയും പൊക്കോണടുത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. எப்ப இருக்காங்க போல. எத்தனை லக்கேஜ் சும்மா அந்த மாதிரி தெரியல. மொத்தமா கிளம்பிட்டாங்க வீட்டுல இருந்து. ഇത് ചോദിച്ചാ മതി. വണ്ടി വിട്ടോ. ലൈഫ് കോഞ്ഞാട്ടയായാലും യു ഡോണ്ട് മൈൻഡ് ഇറ്റ്. കോഞ്ഞാട്ടെങ്കിൽ കോഞ്ഞാട്ട. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. വണ്ടി വിടും മോനെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് ലോട്ട്. അടിച്ച് പൊളിക്കടാ. தேங்காய் விழுந்துட்டு போகுது. இல்ல பூசணிக்கா ஏதோ விழுந்துருச்சு. அவ்வளவுதான். அந்த பக்கம் போயிட்டா படம் முடிஞ்சிச்சுன்னா. ஓகே மோனே தினேஷா. சொல்லுங்க தினேஷா. எனக்கு வந்து பிடிச்சிருந்தது. நல்ல ஒரு கமர்ஷியல் மசாலா மிக்ஸ் இந்த படம். நல்லா வந்து லைக் அப்ஸ் அண்ட் டவுன்ஸ் அண்ட் ஹீரோயிசம் அப்படியே கமர்ஷியலிசம் எல்லாம் மிக்ஸ் பண்ணி அடிச்சு விட்டுருந்தாங்க. சூப்பரா இருந்துச்சு. எனக்கு வந்து எல்லா எலிமெண்ட்டுமே பிடிச்சிருந்தது. ஹீரோயிசமா இருக்கட்டும், மாசிசமா இருக்கட்டும், இல்ல லவ் போர்ஷனா இருக்கட்டும், இல்ல வந்துட்டு ரிவெஞ்ச் போர்ஷனா இருக்கட்டும், எல்லாமே நல்லா இருந்தது. ரொம்ப டெப்தா ஸ்டோரிக்குள்ள போகாம அப்படியே சூப்பரா ஒரு மாதிரி ஒரு அலை மாதிரி கொண்டு போயிட்டாங்க. ஹைவே ஹை டைட் லோ டைட் ஹை டைட் லோ டைட் அப்படி சூப்பரா எடுத்துட்டு போயிட்டாங்க. நல்லா இருந்தது. செம்ம ஜாலியா இருந்தது. பயங்கர ஒரு கமர்ஷியல் மூவி இது. உனக்கு பிடிச்ச சீன்ஸ் சொல்லுவேன். எனக்கு பிடிச்ச சீன்ஸா, எனக்கு பிடிச்ச சீன்ஸ் வந்து உங்க பையன் போய் அவங்க அப்பாவை வந்து காப்பாத்திட்டு வந்தது. அதுக்கப்புறம் வந்து ஆனால் அவர் டாக்ஸிக் டேடி தான். அதை வந்து ஒத்துக்கிட்டே ஆகணும். அதுக்கு அடுத்து வந்து லவ் போர்ஷன். என்னதான் வந்து நமக்கு வந்து ஐஸ்வர்யா கொஞ்சம் சீன்ல தான் வந்தாலும் செம கியூட்டா வந்துட்டு போனாங்க. அவங்களையும் நான் அவ்வளவு ஒல்லியா பார்த்ததே இல்ல. ஆமா எனக்கு புதுசா இருந்தது. ஏன்னா நம்ம வந்து அவங்களை ரொம்ப ஏஜ்டா இங்க பாத்துட்டேன். ஆமா கொஞ்சம் இதுல பாத்துட்டோம் நினைக்கிறேன்.
அவங்க வந்துட்டு இந்த இதுல வந்து புதுசா இருந்தாங்க. ஆமா. ரொம்ப நல்லாதான் ரொம்ப சின்ன இருந்தாங்கல்ல. பொண்ணு மாரி இருந்தாங்க. எனக்கு அது வந்து புதுசா அவங்கள நம்ம அந்த மாரி ரோல் எதுலயும் பார்த்ததில்ல. செம்ம கியூட்டா இருந்தாங்க. மோகன்லால் வந்து நல்லா அந்த ரோல்லயே வாழ்ந்துட்டு போயிட்டாரு. நல்லா அவருக்கு இருந்தது. எப்பயுமே அதான வேலை. ஆமா. ஏதாவது ரோல் குடுத்தா அந்த ரோல்ல போயிட்டு அப்படியே நடிச்சுட்டு, அப்படியே அந்த ரோலாவே வாழ்ந்துட்டு வந்துறது தான் அவருடைய வேலை. சூப்பரா நல்லா நல்ல ஒரு வைபா இருந்தது. அப்புறம் காம்போ சீன்ஸ் வந்தப்போ மாஸா இருந்தது. மோகன்லால், மம்முட்டி வந்தது பயங்கர ஒரு எப்படி சொல்றது? ராக் ஸ்டார் சீன்ஸா இருந்தது. ஆக்சுவலா நம்ம வந்து மறந்துட்டோம் நம்ம. ஆமா. ஏன்னா ஃபுல்லா இவரே வந்துட்டு பார்த்துட்டு இருக்கோம். நம்ம வந்துட்டு இப்படி ஒரு என்ட்ரி வந்து இருக்குங்கிறதே மறந்துட்டோம். நம்ம ஸ்டார்ட்டிங்ல பார்த்துட்டா ஒரு ஏதோ ஒரு இருக்காரு, காஸ்ட்ல இருக்காருன்னு சொல்லிட்டு. பட் வந்து மறந்ததுனால நமக்கு கொஞ்சம் நல்லா சர்ப்ரைஸாவே இருந்தது எல்லாரும். ஆமா. நம்ம கொஞ்சம் கெஸ் கூட பண்ணல நம்ம. ஆ. யாரோ கூட்டு வர போறாங்கிற மாதிரி இருந்தது. நல்லா இருந்துச்சு அதுவுமே. இன்னொன்னு வந்துட்டு எனக்கு மூவி வந்து நெறைய இடத்துல சூப்பரா மியூசிக் போட்டிருந்தாங்க. பேக்கிரவுண்ட் ஸ்கோர், பிஜிஎம் எல்லாமே சூப்பரா போட்டிருந்தாங்க. ஆக்சுவலா மியூசிக் பத்தி தான் சொல்லலாம்னு நினைச்சேன். இந்த நம்ம தமிழ்ல நரசிம்மான்னு சொல்லிட்டு ஒரு படம் இருக்கு தெரியுங்களா உனக்கு? விஜயகாந்தோடது. சிம்மா, சிம்மா, நரசிம்மா கேள்விப்பட்டது இல்லையா? நான்லாம் படமே ஆமா. பார்த்ததில்ல. இவங்க எல்லாம் பெருசா படம் பார்த்திருக்க மாட்டாங்க. படிப்பிஸ்ட். பட் யாராச்சும் பார்த்திருந்தீங்கன்னா உங்களுக்கு தெரியும். நான் என்ன நினைச்சுக்கிட்டேன் அப்படின்னா, ஒருவேளை நான் அந்த மியூசிக் நான் சின்ன வயசுல நிறைய கேட்டேன். நரசிம்மா அப்படிங்கிறது தான் படம் பேரு. இங்கேயும் நரசிம்ஹம் அப்படிங்கிறத வச்சிருக்காங்க. 2 ஒரே பேர் தான் கிட்டத்தட்ட. கரெக்ட்டா? அதனால வந்துட்டு அந்த பிஜிஎம் வந்துட்டு எனக்கு நரசிம்மா சொன்னோனே எனக்கு அதுதான் ஞாபகம் வருது. இங்க வந்துட்டு அத ஓவர்டேக் பண்ணுமா? பண்ணாதாங்கிறது எனக்கு ஒரு டவுட்டா இருந்தது அந்த மியூசிக். ஏன்னா நீ ஒரு நல்ல ஒரு மியூசிக் நீங்க கேட்டு வச்சிருக்க ஒரு இதுல. ஏன்னா ஒரு படத்தோட டைட்டில் வச்சா அந்த டைட்டில் தானே அந்த பிஜிஎம்ல வரணும். இப்ப சிங்கம் அப்படின்னா சிங்கம் அப்படின்னு சொல்லிட்டு இருக்காங்கல்ல. அது மாதிரி நரசிம்மாவுக்கு வந்துட்டு நம்ம தமிழ்ல ஒரு பிஜிஎம் கேட்டு நான் நல்லா ஒரு அத வந்து அத நல்லா கேட்டு அப்படியே வளர்ந்துட்டேன். இப்ப நரசிங்கம்க்கு இங்க எப்படி போட போறாங்கன்னு யோசிச்சுட்டு இருந்தேன். பட் சூப்பரா போட்டுருந்தாங்க தெரியுமா? எனக்கு அப்படியே அந்த மகாபாரதத்தலாம் போடுவாங்கல்ல ஒரு மாரி. அந்த மாரி இருந்தது செம்ம மியூசிக். எலிவேஷன். செம்மையா இருந்தது அந்த மியூசிக். எனக்கு மியூசிக் பிடிச்சிருந்துச்சு. எனக்கு வந்து நெறைய இடத்துல போட்டாங்க. அது வந்துட்டு ஓகே ஹீரோவ ஹைட் பண்றாங்க அப்படி தோணிட்டு இருந்தது. எப்போ எனக்கு அது வந்து ரொம்ப கனெக்ட் ஆச்சுன்னா, அவங்க அப்பா வந்து அந்த ஜீப்ல இருந்து இறக்கி கூட்டிட்டு வந்து இந்த ஜீப்க்கு ஏத்தி வரல. அப்ப செம்ம மாஸா இருந்தது. சூப்பரா இருந்துச்சு. எனக்கு ஆக்சுவலா படத்துல பிடிச்ச சீன் அதுதான். அதான் நான் சொல்லலாம்னு ஆ. இருந்தேன். நீங்க சொல்லிட்டீங்க. எனக்கு படத்துல ரொம்ப பிடிச்ச சீனே வந்துட்டு அவங்க அப்பா அந்த ஜீப்ல கூட்டிட்டு போவாங்கல்ல. அப்போ வந்துட்டு அவங்க அப்பா பார்த்துட்டு லைட்டா கண் கலங்குவாரு பாத்தியா? செம்ம ஆக்டிங் அது வந்துட்டு. அப்படியே வந்துட்டு ஆப்போசிட்ல எல்லாம் பார்க்குறவங்க எல்லாருக்குமே அத ஃபீல் பண்ண வச்சிருப்பாரு. பயங்கரமா இருந்துச்சு. பட் இது ஒரு கமர்ஷியல் படங்கிறதுனால சூப்பரா நமக்கு அது நல்லாவே இருந்துச்சு. ஏன்னா இது அந்த டைம்லயே வந்துட்டு 20 crore மேலயே வந்துட்டு எடுத்திருக்குங்கிறது சொல்றாங்க. ஃபர்ஸ்ட் எனக்கு தெரிஞ்சு இதுதான். அதுக்கப்புறம் தான் நெறைய இத வந்துட்டு பீட் பண்ணி தான் அடுத்து வந்திருக்குங்கிற மாரி. படம் ஸ்டார்ட் பண்ண இடமும் கிளைமாக்ஸும் ஒரே இடத்துல வச்சிருந்தாங்க. கரெக்ட்டா? ஆமா. நம்ம வந்துட்டு நெறைய கிளைமாக்ஸ் நம்மளோட இந்த மாரி கமர்ஷியல் படத்துல என்ன பார்ப்போம் அப்படின்னா, ஒரு பாழடைஞ்ச பங்களால போயிட்டு தான் இந்த கிளைமாக்ஸ் வைப்பாங்க. பட் இது வந்துட்டு ரியலிஸ்டிக்கா ஒரு ஆத்துல வந்துட்டு அந்த கிளைமாக்ஸ் வச்சது, அந்த ஃபைட் சீன்லாம் ரியலிஸ்டிக்கா இருந்தது. எல்லாமே வந்து சூப்பரா இருந்துச்சு. ஏன்னா நம்ம வந்துட்டு எப்பயுமே எப்படி பண்ணுவோம்? கடைசியா வந்து போலீஸ் வந்து முடிக்கிறது தான் கதையா இருக்கு நம்மளோட இதுல. ஒரு பாழடைஞ்ச ஒரு பங்களா இருக்கும். அதுல ஒரு ஒரு பில்டிங் இருக்கும். அதுல போயிட்டு ஃபைட் சீன் வச்சு, அவங்கள கொல்றத தான் கடைசியா ஒரு கிளைமாக்ஸா வைப்பாங்க. பட் இங்க லாஜிக்கா இருந்தது எனக்கு எல்லாமே. இது பண்ணா இதுதான் அப்படிங்க. கடைசியா கொண்டு இருந்தா ஒரு மறுபடியும் ஜெயில் போயிடுவாரு. அந்த ஆமா. லாஜிக்லாம் சூப்பரா யோசிச்சிருந்தாங்க. அது நல்லா இருந்துச்சு. ஆ அந்த 2 ஃபேமிலிங்கிறது அந்த நம்ம வந்து ரெகுலர் பேட்டர்னா நம்ம பார்க்கறது. இந்த தேவஸ்வரம், ராவண பிரபுலாம் பார்த்த மாரி வந்துட்டு அந்த 2 ஃபேமிலிக்குள்ள நடக்கிறது. அது ரஞ்சித்தோட எப்படி ரஞ்சித்தோட அந்த ஒரு இதுன்னு நெனைக்கிறேன். அது நல்லாவே தெரிஞ்சதுல்ல நமக்கு எந்த ஃபேமிலிக்கு அந்த ஃபேமிலிக்கு என்ன நடக்குங்கிறது. ஈஸியா நம்மளால அண்டர்ஸ்டாண்ட் பண்ணிக்க முடியுது. உடனே இவரு ஏதாச்சும் பண்ணுவாரு, அவங்க ஏதாச்சும் பண்ணுவாங்க. அது மாரி நல்லா இருந்துச்சு. அத தாண்டி வந்துட்டு அந்த அம்மா நடிச்சாங்கல்ல, ஆ. அவங்க தான்பா தேவஸ்வரம்லயுமே அம்மா நெனைக்கிறேன். அப்படியா? நம்ம வந்துட்டு அவங்களோட ஆக்டிங் அதுல பார்க்கல. அவங்க சம்திங் வந்து சாங் பாடிக்கிட்டு லாங் ஷாட்ல அதுக்கப்புறம் க்ளோஸர் ஷாட்ல வந்து நம்ம படுத்துட்டு இருக்கப்ப பார்த்தோம். ஆ. அவங்க பேசி நம்ம நெறைய பார்க்கல. அவங்களோட ஆக்டிங் நான் இதுல பார்த்தேன். ம். நல்லா இருந்துச்சு அவங்களோட ஆக்டிங். அவங்க ஒரு மாரி டிவைனா இருக்காங்க சூப்பரா பார்க்கவே. இருந்தாங்க. ஆமா. அவங்க ஆக்டிங்குமே நல்லா இருந்துச்சு அவங்க கிட்ட. ரொம்ப அவங்களோட ஆக்டிங் பிடிச்சிருந்தது. அதுக்கப்புறம் அப்பா கேரக்டர். திலகன். அவர் அப்பா கேரக்டராவே வாழ்ந்துட்டாரு. அவர் நம்ம படத்துல அந்த கேரக்டர் மேல நமக்கு ஒரு வெறுப்பு இருக்கலாம். பட் யோசிச்சு பாரு அவர் ஆக்ட் பண்ணியிருக்கு. அவர் அந்த வெறுப்ப வந்துட்டு நம்மள சொல்ல வைக்கிறாருன்னா, அவர் ஜெயிச்சிட்டாருன்னு அர்த்தம். ஆமா. ஆனா இப்ப டாக்ஸிக் விட்டா டாடி கேரக்டருக்கு வந்து பயங்கர பேர் போன ஒரு டாடி. ஆமா. நம்ம அவர் வந்து படத்த முடிக்கிறப்ப அவருக்கு மேல நம்ம வெறுப்பு தான் வருதுங்கிற மாரி இருக்குல்ல. பட் கடைசியா வந்துட்டு அவர் வந்துட்டு சூப்பரா ஆக்ட் பண்ணி குடுத்துட்டு போயிட்டாரு. சம்திங் சொல்லுவாங்கல்ல, அந்த இறக்குற டைம்ல வந்துட்டு எல்லாருக்குமே வந்துட்டு ஒரு இது தோணிடும். இதுக்கு முன்னாடி என்ன நம்ம பண்ணியிருந்தாலும் கடைசியா வந்து ஒரு நல்லவங்களா இருந்துட்டு போலாம்னு சொல்லிட்டு யோசிப்பாங்கல்ல. அந்த மாரி அவருக்கு சம்திங் நம்ம இறக்க போறோம்னு தெரிஞ்சிருச்சு. அவர் எவ்வளவு நாள் வந்துட்டு அத மூடி மறைச்சிட்டு இருந்தாரோ, அவர் மனசுக்குள்ள தெரியும்ல. நம்ம பையன் வந்துட்டு ரொம்ப நல்லவன். நம்ம வந்துட்டு ரொம்ப ஒரு ஹிட்லர் மாரி வாழ்ந்துட்டு இருக்கோம். இதெல்லாம் நம்ம வெளியில எப்ப சொல்ல போறோங்கிறது வந்துட்டு, அது வந்துட்டு எப்ப சொல்ல முடியும்? அந்த ஈகோ வந்து வெளில வரும்போது தான் சொல்ல முடியும். அந்த ஈகோ வந்துட்டு உயிரோட இருக்கிற வரைக்கும் பெருசா வராது. பட் அந்த லாஸ்ட் டைம்ல வரும்ல. தன்மாத்திரால நம்ம லாஸ்ட்டா பார்த்திருப்போம். திடீர்னு ஒரு ஞாபக சக்தி வந்துரும் அவருக்கு. அது மாரி வந்துட்டு அவர் இறக்க போறது தெரிஞ்சு வந்துட்டு அவர் வந்து ஒரு 5 மினிட்ஸ் வந்து அந்த கில்ட்டா ஃபீல் பண்ணி பேசினது ரொம்ப நல்லா இருந்துச்சு இந்த படத்துல. அந்த அப்பா பையனுக்கான அந்த சென்டிமெண்ட் சூப்பரா ஒர்க் அவுட் ஆயிருந்தது. கலாபவன் மணி வந்துட்டு அப்பப்போ வந்துட்டு போனாரு. பெருசா அப்பதான் எலிவேஷன் போல அவருக்கு. ஜெகதி.
ஜெகதி நல்ல ஒரு ஜெகதி சொல்ல மறந்துட்டேன்பா. ஜெகதியோட ஆக்டிங் வந்துட்டு அந்த இவங்க இறந்திருப்பாங்கல்ல, இந்துலேக்கா இறந்துறதுக்கப்போ உள்ள போறப்போலாம் பயங்கர சென்டிமெண்ட்லாம் இருந்தது. காமெடிக்கும் ஒரு சூப்பரா கிடையாது, சென்டிமெண்டலுக்கும் சூப்பரா நீ இருக்கும். வேற சில மூவிஸ்லாம் இப்ப வில்லனா பண்ணாரு. அதுவும் அப்படியா? சூப்பரா பண்ணியிருந்தாரு. ஆமா, நம்ம உரிமையிலே வில்லனா தானே பார்த்தாங்க. நிறைய அவர் எல்லா ரோலும் பண்றாரு. லைக் காமெடியனா இருக்கட்டும், இல்ல வந்து வில்லனா இருக்கட்டும், இல்ல வந்துட்டு சப்போர்ட்டிங் ரோலா இருக்கட்டும், எல்லாமே வேற லெவல்ல பண்றாரு. ஜெகதி வந்து மாசு. ஆமா. அதுதான் நெறைய வந்துட்டு அந்த என்ட்ரிஸ் கொடுத்தது. அந்த மியூசிக் நரசிம்மன் மியூசிக் போட்டு உள்ள வந்தது. அங்கங்க இவரு பேசுற டயலாக்ஸ் நல்லா இருந்துச்சு. அந்த டோன் நல்லா இருக்கு. அந்த டயலாக் பேசும்போது நம்ம வந்து நல்ல டிஃபரன்ஸ் தெரியுது. உள்ள அப்பா வந்து ஜெயில்ல இருக்கிறப்போ ஒரு மாரி ரொம்ப பாவமா பேசிட்டு இருந்தாரு. அந்த டோன் டிஃபரன்ஸ்லயே தெரியுது அவரு என்ன மாரி மனநிலைமையில இருக்காருங்கிறது. அப்போ ஜீப் எடுத்துட்டு போகும்போது வந்துட்டு அங்கங்க குறுக்கு நிப்பாட்டி பேசுவாருல்ல, அந்த டோனுமே நமக்கு டிஃபரெண்ட்டா தெரியுது. பயங்கர போல்டா இருக்கும். அப்புறம் வந்து இன்னொரு விஷயம். இந்த ஜீப் எனக்கு ரொம்ப பிடிச்சிருக்கு. ஆமா. இந்த ஜீப்ப வாங்கிடலான்னு இருக்கேன். அவருக்குன்னே செஞ்சு வச்ச ஜீப் மாரி. சென்னை வெயில்க்கா? அது ரொம்ப கஷ்டம் தான். பட் ஒரு ஆசை. அந்த ஜீப் ஆ. பார்க்கும்போது வந்துட்டு, அது எப்படி வந்துட்டு அவருக்குன்னே தனியா கஸ்டமைஸ் பண்ண மாரி இருந்துச்சு. ஜீப்ல வரும்போதெல்லாம் வந்துட்டு மாஸா இருக்காரு ஆளு. ஆமா. எனக்கு அந்த ஜீப் மேல மேல அந்த லைட் லைட்டு இருக்கு. அதேதான். மேல இருக்க லைட்டு. முன்னாடி வந்து இந்த ஸ்டெப்னி டயர் வச்சுக்கிட்டது. அந்த ஜீப்போட கலரு அவருக்குன்னே செஞ்ச மாரி இருந்தது. ஜீப்ல வந்து என்ட்ரி குடுத்தாலே அவர் என்ட்ரி குடுத்தாலே நமக்கு ஒரு ஜாலி ஆயிடுது. ரைட்டு. அந்த சீன் வந்துட்டு பயங்கரமா இருக்க போதுங்கிற மாரி. ஸோ ஓவராலா பார்த்தோம் அப்டின்னா, ஒரு சூப்பரான மூவி தான் இது என்ன கேட்டா. எனக்கு நல்லா பிடிச்சிருக்கு. நைஸ். நைஸ். ஓகே. ஓகே. நம்ம அடுத்த மூவில சந்திப்போம். பை பாய். பை பாய்.